ഉസ്താദിന്റെ അഭിപ്രായത്തിന് എതിരിൽ ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ പണ്ഡിതൻ, ഒരു വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദിനോടൊന്നും എതിർപ്പല്ല, ചെറിയ അകൽച്ച വന്നു പോയ ഒരാൾ, അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യനുമാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ഒരു ഹദീസ് ഓതി. ഏതാണ് ഹദീസ്? മാ ഫളല അബൂബക്കർ അലൈക്കും ബികത്രീരി സ്വലാത്തിൻ വലാ സിയാം വലാകിൻ ബിഅംദിൻ വഖറ ഫീ ഖൽബിഹി ഔ ഉഖ്തിറ ഫീ ഖൽബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞ വാക്കാണ്. പക്ഷേ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും തന്നെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, വിശുദ്ധ ഖുർആനിന്റെ വാക്കൊക്കെ ജാമിയാണ്, എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം പറയാണ്, എന്നോട് റസൂൽ ഓതി തന്ന ഹദീസ് ഇതാണ്: അബൂബക്കർ നിങ്ങളെക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടുമല്ല, തന്റെ ഹൃദയം അല്ലാഹു പ്രത്യേകമായി മാനിച്ച ഹൃദയമാണ്, അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു. ഉസ്താദിനോടിന്റെ അഭിപ്രായത്തോട് ഒരു ചെറിയ അകൽച്ച സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് റസൂൽ ഓതി കൊടുക്കുന്ന ഹദീസിന് അർത്ഥം പറയുന്ന സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ, അബൂബക്കർ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളെക്കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്. അവരോട് നിങ്ങൾ എതിരിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്.